543 ലോക്സഭാ സീറ്റുകളെ 3 വിഭാഗങ്ങളായി തിരിച്ചുള്ള നമ്മുടെ അവലോകനത്തിൻ്റെ ആദ്യ ഭാഗം പ്രിയപ്പെട്ടവർ കേട്ടിട്ടുണ്ടാകും. ഈ ഭാഗത്തിൽ BJP ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ആ 100 സീറ്റുകളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ 100 സീറ്റുകളിലേറെയും തെക്കേ ഇന്ത്യയിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 30 എണ്ണം. അതിൽ BJPക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല എന്ന് 100% ഉറപ്പുള്ളതാണ്. BJP അവിടെ പോരാട്ടം കാഴ്ചവെക്കാനുള്ളത് 9 സീറ്റുകളിൽ മാത്രം. അവിടെ രണ്ടാം സ്ഥാനത്തോ വേണമെങ്കിൽ ജയിക്കാനോ സാധ്യതയുള്ളത് മുൻകാല അനുഭവങ്ങൾ വെച്ചും ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ചും. അപ്പോൾ BJP എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഈ 30 സീറ്റുകളിൽ അവർക്ക് ഒന്നും ചെയ്യാനാകില്ല, ജയത്തിൻ്റെ അടുത്തുപോലും എത്താനാകില്ല. ഇപ്പോൾ AIDMKയുമായി ചേർന്ന് മത്സരിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെങ്കിൽ അതിനുള്ള സാധ്യതയാണല്ലോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. BJPയോട് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ 39 സീറ്റിലും BJP അപ്രസക്തമാകും. പക്ഷേ മുൻകാല കണക്കുകൾ പ്രകാരം BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ചില സീറ്റുകൾ അവിടെ ഉണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ 30 സീറ്റുകളിൽ അവർക്കൊന്നും ചെയ്യാനില്ല. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പിന്നെ പറയണ്ട. എന്തായാലും YSR കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ ആരുമായും സഖ്യത്തിൽ ഏർപ്പെടില്ല. കാരണം അവർക്ക് ഒറ്റയ്ക്ക് അവിടെ ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമുള്ളിടത്തോളം കാലം അവർക്കൊരു സഖ്യത്തിൻ്റെയും ആവശ്യമില്ല. ചന്ദ്രബാബു നായിഡുവിന് BJPയും അടുപ്പിക്കില്ല, ചന്ദ്രബാബു നായിഡുവിന് BJPയോടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവിടെ ഉണ്ടാകുന്നില്ല. അവിടുത്തെ 25 സീറ്റും ഉറപ്പായും ആ 2 കക്ഷികളും കൂടി പങ്കിട്ടെടുക്കും എന്നതാണ് അവസ്ഥ. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ 2 സീറ്റുകളിൽ BJP ഇത്തവണ മത്സരം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ ഈ രണ്ടിടത്തും അതിൽ തൃശ്ശൂർ BJPക്ക് 3-ാം സ്ഥാനത്തിനപ്പുറം കടക്കാവുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവം ഉള്ളതായി നമുക്ക് കണക്കാക്കാനും വയ്യ. സുരേഷ് ഗോപിയുടെ മഹത്വമെന്നും തൃശ്ശൂരിലേക്കില്ല എന്നുള്ളത് 2 തെരഞ്ഞെടുപ്പുകളിൽ ബോധ്യപ്പെട്ടതാണ്. അതിനപ്പുറം ഒന്നുമില്ല. അനുകൂലമായ വികാരം സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനക്കാരനും 2-ാം സ്ഥാനക്കാരനും തമ്മിൽ 1 ലക്ഷത്തോളം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ആർജവമൊന്നും തൽക്കാലം കേരള രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. സുരേഷ് ഗോപിയുടേത് ഗിമിക്കുകളാണ് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു പോരാട്ടം നൽകുന്ന മണ്ഡലമായി കണക്കാക്കാം. തിരുവനന്തപുരത്ത് സ്വാഭാവികമായി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി BJP 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണയും BJP ഫൈറ്റ് കൊടുക്കാൻ സാധ്യതയുള്ള ഒരിടമാണ്. കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ മാറ്റി ആത്മഹത്യയ്ക്ക് തുനിഞ്ഞില്ലെങ്കിൽ അവിടെ BJPക്ക് ജയം നേടുക എളുപ്പമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കേരളം BJPക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് നടത്തുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കാനിടയില്ല. അതുകൊണ്ട് ആ 18 സീറ്റിൻ്റെ കാര്യത്തിൽ 2 സീറ്റുകൾ ഒഴിച്ചു നിർത്തി ബാക്കി 18ൻ്റെ കാര്യത്തിൽ BJP സ്വാഹ തന്നെയാണ്. ബംഗാളിലെ 10 സീറ്റുകൾ BJP അവിടെ മുഖ്യപ്രതിപക്ഷമായൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും 10 സീറ്റുകളിൽ BJPക്ക് ഒന്നുമേ ചെയ്യാനാകില്ല. അവിടെ ഇപ്പോൾ CPM ആണ് മത്സരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ അവർ 2-ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുള്ള 10 മണ്ഡലങ്ങളാണ്. അപ്പോൾ BJP പ്രസക്തമേ അല്ലാത്ത, ഒട്ടുമേ പ്രസക്തമല്ലാത്ത 10 മണ്ഡലങ്ങൾ അവിടെ ഉണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള മത്സരം നടക്കും. അത് കഴിഞ്ഞ് തെലങ്കാനയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള 17 സീറ്റുകളിൽ 6 എണ്ണത്തിൽ BJP എന്തു വിചാരിച്ചാലും അവർക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഇടങ്ങളാണ്. ഇനിയുള്ള സമയത്ത് എന്തൊക്കെ പരിശ്രമം നടത്തിയാലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. എത്രയൊക്കെ കടന്നു കയറുമെന്ന് BJP പറഞ്ഞാലും BJPക്ക് കടന്നു കയറാൻ തൽക്കാലം സാധിക്കില്ല. കോൺഗ്രസും BRSും തമ്മിലുള്ള പോരാട്ടം, ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BRS എന്ന് 100% ഉറപ്പുള്ള 6 സീറ്റുകൾ തെലങ്കാനയിലെ 17 എണ്ണത്തിൽ 6 എണ്ണമുണ്ട്. അപ്പം നഗരമേഖലയിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം ഗ്രാമീണ മേഖലയിലില്ല. അതാണ് തെലങ്കാനയിലെ ഈ 6 ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് അടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക് മേഖല, അവിടെയുള്ള 6 സീറ്റുകളിൽ 3 എണ്ണത്തിൽ അവിടെ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള മത്സരമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും കൂടി പരസ്പരം നിന്ന് മത്സരിച്ചാൽ പോലും അവർ തന്നെ 1, 2, 3 സ്ഥാനത്തെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അവിടെ BJP പ്രസക്തമല്ല. ലഡാക്ക് മേഖലയിലാണല്ലോ BJPക്ക് സ്വാധീനമുള്ളത്. ഒഡീഷയിലെ 2 സീറ്റുകൾ BJPയും കോൺഗ്രസും BJDയും അവിടെ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും അവിടെ 2 സീറ്റുകൾ BJPക്ക് ഒരു കാരണവശാലും എത്തി നോക്കാൻ പോലും കഴിയാത്ത 2 സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ളത് പുതുച്ചേരിയും ലക്ഷദ്വീപും നാഗാലാൻഡും മിസോറാമും സിക്കിമുമാണ്. ആ സീറ്റുകളിലും BJPക്ക് രക്ഷയില്ല. BJP എത്ര പരിശ്രമിച്ചാലും അവിടെ അവർക്ക് 2ാമത് പോലും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 100 സീറ്റുകൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അധികം സംശയമൊന്നും ഉള്ള കാര്യമല്ല. ഇതിലേതെങ്കിലും ഒരിടത്ത് BJP കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു BJPക്കാരൻ പോലും ചിന്തിക്കില്ല. BJPയുടെ നേതാക്കന്മാർ അവകാശവാദം ഉന്നയിക്കുന്നു. സുരേന്ദ്രൻ ഇവിടെ 20-ൽ 14 സീറ്റ് അവർ നോട്ടമിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആളാണ്. 140 സീറ്റിൽ 35 സീറ്റ് കിട്ടും
അത് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആഫീസ് വരെ തുറന്ന ടീംസാണ്. അതുകൊണ്ട് അവരുടെ പ്രഖ്യാപനങ്ങൾ നോക്കണ്ട. അല്പമെങ്കിലും ചിന്തിക്കുന്ന വിവേകമുള്ള ഒരു ബി ജെ പിക്കാരന് ഈ 100 സീറ്റുകളിൽ ഒന്നിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്ന് 100% ഉറപ്പുണ്ടാകും. ഇന്ത്യൻ രാഷ്ട്രീയം ഇനി ചൂടുപിടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയാണ്. 4 മാസത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങും. മോദി 3ാം വട്ടവും ഞാൻ തന്നെ എന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പി ആണെങ്കിൽ അവരുടെ സർവ്വസ്വാധീനവും ഉപയോഗിച്ച് ഗോരി മീഡിയ വഴി ബി ജെ പി തന്നെ ജയിക്കും എന്നുള്ള പ്രവചനങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു. കുറച്ചൊക്കെ സീറ്റ് കുറയുമെങ്കിലും ബി ജെ പിയുടെ വിജയത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ആ മാധ്യമങ്ങൾ സർവേ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ സ്ഥിതി യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമുക്ക് ഓരോ സംസ്ഥാനമെടുത്തൊന്നും അത് പരിശോധിക്കേണ്ട കാര്യമില്ല. ബി ജെ പി ആണ് മുന്നിൽ എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ, അവരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ വശത്തു നിന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ 543 സീറ്റുകളെയും ഒന്ന് പരിശോധിക്കാം. ആ 543 സീറ്റുകളെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, ബി ജെ പിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ 3ആയി തിരിക്കുകയാണ്. എ എന്നും ബി എന്നും സി എന്നും. ആ 543-ൽ എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന 100 സീറ്റുകൾ, ബി വിഭാഗത്തിൽപ്പെടുന്ന 200 സീറ്റുകൾ, സിയിൽ പെടുന്ന 243 സീറ്റുകൾ. അങ്ങനെ ആകെ 543 സീറ്റുകൾ. ബി ജെ പി തലയും കുത്തി നിന്നാലും മഹാത്ഭുതം സംഭവിച്ചാലും അവർക്ക് ജയിക്കാൻ സാധിക്കാത്ത സീറ്റുകളാണ് എ വിഭാഗത്തിലുള്ള 100 എണ്ണം. വിവിധ സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന ബി ജെ പിക്ക് ഒരു കാരണവശാലും 1% പോലും വിജയസാധ്യതയില്ലാത്ത 100 സീറ്റുകൾ. ബി വിഭാഗത്തിൽപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന 200 സീറ്റുകളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി. ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അവിടെ തന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ വരുന്ന സീറ്റുകൾ. അങ്ങനെ 200 എണ്ണമുണ്ട് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകൾ. 1ാം സ്ഥാനത്ത് ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്, അതല്ലെങ്കിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് ബി ജെ പി 2ാം സ്ഥാനത്ത് എന്ന നിലയിൽ വരുന്ന 200 സീറ്റുകൾ. 3ാമത്തെ വിഭാഗം സി വിഭാഗത്തിൽപ്പെടുന്നത് 243 സീറ്റുകളാണ്. ബി ജെ പിയും പ്രാദേശിക കക്ഷികളും ഏറ്റുമുട്ടുന്ന സീറ്റുകൾ. അപ്പോൾ ബി ജെ പി ഇല്ലേ ഇല്ല എന്ന് പറയുന്ന 100, ബി ജെ പിയും കോൺഗ്രസും, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന 200, ബി ജെ പിയും പ്രാദേശിക കക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന, അവിടെ പ്രാദേശിക കക്ഷികളുടെ മുൻതൂക്കമുള്ള മേഖലകളാണ്. ബി ജെ പി ചിലയിടങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള 243, ആകെ 543. അതിൽ ഈ ആദ്യത്തെ 100 എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആ 100-ൽ 0-ആണ്.